അപ്പം ഇന്ന് രാവിലത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടോക്കിയാലോ. അപ്പം ഇന്ന് രാവിലെ അടുക്കളയിൽ കയറാൻ തന്നെ വല്ലാത്തൊരു സാറ് കേട്ടോ. കാരണം എന്താ അറിയോ, ഇന്നലെ ഞാൻ മാവ് കൂട്ടാൻ വേണ്ടിയിട്ട് അരിയൊക്കെ വെള്ളത്തിലിട്ട് ഉഴുന്നൊക്കെ സെറ്റാക്കിയിട്ട് ദോശ ഇടാനുള്ള ബാറ്റർ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഒന്ന് അടുക്കളയിൽ വല്ലാതെ ബേജാറ് കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ചായക്കില്ല വെള്ളമൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം ഇഡ്ഡലി തട്ടിൽ മാവ് അരച്ച് കണ്ട് വേറൊരു കുടുക്കിയിലാക്കിയിട്ട് ഇഡ്ഡലി തട്ട് കറക്കി വെച്ചേക്കാണ് കേട്ടോ. മഴയൊക്കെ കാരണം തണുപ്പല്ലേ, അപ്പോൾ ഞാനൊന്നെങ്കിൽ ഇങ്ങനെ ഈസി കുക്കർക്ക് അല്ലെങ്കിൽ ഇഡ്ഡലി തട്ടിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു അടപ്പില്ല മൂടിയിൽ പാത്രത്തിലാക്കിയിട്ട് ഇങ്ങനെ ഇറക്കി വെക്കലട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ല രീതിക്ക് തന്നെ മാവ് പൊങ്ങിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇതാക്കണേ, ഇത്ര മാവ് എന്തായാലും ഇപ്പം ഇന്ന് ദോശ ഇടാനൊന്നും വേണ്ട. അപ്പോൾ കുറച്ച് ബാറ്ററിയുടെ മാറ്റി വെച്ചാൽ ഇതേമാതിരി നേരം വൈകി അടുക്കളയിൽ കയറുമ്പോൾ സുഖമായിട്ട് എടുത്ത് കണ്ട് എന്തെങ്കിലും ചായൻ്റെ അടി ഉണ്ടാക്കട്ടെ. ദോശയായിട്ടും ഇഡ്ഡലിയായിട്ടൊക്കെ വേഗം ഉണ്ടാക്കാം. അപ്പോൾ അതിനും വേണ്ടി കണ്ട് വേറൊരു പാത്രത്തൊക്കെ ഒഴിച്ച് മാറ്റി വെച്ചെടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ മാവൊക്കെ കൂട്ടിച്ച് കാണുന്ന സമയത്ത് അടുക്കളയ്ക്ക് വരാൻ തന്നെ നല്ലൊരു ഉസാറേക്കാരം കേട്ടോ. കാരണം ഒരു സമാധാനമാണ്, ബേജാറൊന്നും കൂട്ടണ്ടല്ലോ, സമാധാനത്തിൽ ചായൻ്റെ അടി ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇതാക്കണ മാവൊക്കെ മാറ്റി വെച്ചു, ഉപ്പൊന്നും ഇടാതെ വേഗം ഫ്രിഡ്ജൊക്കെ എടുത്തേക്ക് കേട്ടോ. 2 പാത്രങ്ങളിലായിട്ട് അങ്ങോട്ട് മാറ്റിയേക്ക് കേട്ടോ. എന്നാൽ പിന്നെ ഓരോ പാത്രത്തിൽ എടുത്താൽ മതിയല്ലോ. അപ്പോൾ മറ്റേ ചെറിയ കുടുക്കിയിട്ടത് കുറച്ച് ഉപ്പിട്ട് കണ്ട് അതാണ് ഇപ്പം ഞാൻ ചുടാൻ വേണ്ടി കണ്ട് എടുക്കുന്നത് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ ദോശയാണ് ചുടുന്നത്. ആകെ 2-3 മതി, മക്കളായി മാത്രം തിന്നൊന്നുമില്ല, പിന്നെ കുറേ ചുട്ടുകൂട്ടിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ 2-3 ദോശയൊക്കെ ചുടാൻ വേണ്ടിയിട്ട് ചട്ടിയൊക്കെ വെച്ച് കേട്ടോ. പിന്നെ ഒന്ന് കറി ചട്ടിനിയും കൂടിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അതിൻ്റെ മുന്നേ തന്നെ ഞാൻ ഒരടപ്പില്ല പാത്രത്തേക്ക് വേഗം മാവ് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ഇത് വേഗം ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് അവിടെ നിന്ന് സെറ്റായിക്കോളുമല്ലോ. അങ്ങനെ ഇതാക്കണ്, പാത്രത്തിലൊക്കെ ആക്കി മൂടിയാക്കി വെച്ച് കഴിഞ്ഞ് ഫ്രിഡ്ജിലും കൂടി കൊണ്ടുപോയിക്കട്ടെ കേട്ടോ. അങ്ങനെ 2 പാത്രത്തിൽ സെറ്റാക്കി വെച്ചിരിക്കണം. അപ്പോൾ ഇനി ചായൻ്റെ വെള്ളം ഇവിടെ തളിച്ച് മറയിൽ തുടങ്ങിയിരിക്കണം കേട്ടോ. കണ്ണൊന്ന് തെറ്റിയാൽ ഇത് തളിച്ച് മറയിലേ നോക്കിക്കണം, ഇത് തീരെ തിളക്കൂല കേട്ടോ. പിന്നെ നമ്മൾ ഈസി കുക്കുമ്പോഴാകുമ്പോൾ പ്രത്യേകിച്ച് പറയുന്നത് വേണ്ട, പെട്ടെന്ന് തിളക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ അതിൽ പൊടിയൊക്കെ ഇട്ടതിന് ശേഷം ഇതാക്കണം, ദോശൻ്റെ ചട്ടിയപ്പോൾ ഇങ്ങനെ ചൂടായി ആവിയും പൊക്കിയൊക്കെ പോലെ തുടങ്ങിയിരിക്കണം. അപ്പോൾ അതിക്കുള്ള ഒരു കയ്യിൽ ദോശയും കൂടിയും പറന്ന് കണ്ട് തീയൊക്കെ ഒന്ന് സിമ്മിലാക്കി വെച്ച് കൊടുത്തിക്കണം കേട്ടോ. പിന്നെ മാത്രമല്ല അന്ന് ചോറും കൂടി വേണം. ചോറിന്ന് മാത്രമല്ല കേട്ടോ, എന്നും വേണം. എന്നും വേഗം ചോറും ചാറൊക്കെ സ്കൂൾക്ക് മക്കൾ പോകാനാകുമ്പോഴേക്കിന് നേരത്തെ കാലത്തെ ആ പണി വേഗം കഴിച്ചു. പിന്നെ ഓല് പോയി കഴിഞ്ഞിട്ടില്ല ബാക്കിയുള്ള പണികൾ നോക്കിയാൽ മതി. അപ്പോൾ ചോറ് ഞാൻ വേഗം കുക്കറിലാണ് കേട്ടോ വെക്കൽ. കുറച്ചധികം വേവില്ല അരിയാണ്, അപ്പോൾ കുക്കറിൽ വെച്ചെങ്കിൽ അത് ശരിയാവുള്ളൂ കേട്ടോ. ചോറ് കുക്കറിൽ ഒരു വിസിലടുപ്പിച്ചതിന് ശേഷം പിന്നെ ഞാൻ ആവി കളഞ്ഞിട്ട് അടപ്പ് ഊരിയിട്ട് പിന്നെ ഒന്നും കൂടി തിളപ്പിച്ച് എടുക്കലാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണം, ഓരോ ദോശയും കാര്യങ്ങളൊക്കെ ചുട്ടെടുത്ത് മറ്റേ അടുപ്പത്ത് വേഗം കുറച്ച് ഉപ്പേരിക്ക് അരിഞ്ഞിട്ടുണ്ട്, അതും കൂടി സെറ്റാക്കാം കേട്ടോ. അപ്പോൾ ചട്ടി ചൂടായി വന്നതിന് ശേഷം വേഗം വെളിച്ചെണ്ണ വെച്ച് കൊടുത്തുകൊണ്ട് കടുകും കൂടി പൊട്ടിച്ചാണ് കേട്ടോ. പിന്നെ ബീട്രൂട്ടും ക്യാരറ്റിനും ഉപ്പേരിക്ക് അരിഞ്ഞ് വെച്ചിരുന്നത് അതും ഇന്നലെ രാത്രി തന്നെയാണ് കഴുകി വെച്ചുകൊണ്ട് അരിഞ്ഞ് റെഡിയാക്കി വെച്ചതാണ്. രാവിലെ പിന്നെ അയിമക്കൊന്നും ഇരിക്കണ്ടല്ലോ എഴുതിക്കാണ്ട്. ചില ദിവസങ്ങളിൽ അങ്ങനെ ഒരു മൂടൊക്കെ കയറുമ്പോൾ അങ്ങനെ ആക്കി വെക്കുന്നതാണ് കേട്ടോ. ഉപ്പേരിക്കുള്ളതും ചായക്കുള്ളതൊക്കെ ചില ദിവസം അതിന് വേണ്ടി എത്തിക്കൊടുക്കില്ല. പിന്നെ രാവിലെ അടുക്കളയിൽ കിടന്ന് കണ്ടൊരു പെരക്കലേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും ഇപ്പോൾ നല്ല സുഖത്തിലുള്ള പണിയാണ്. കാരണം അരിഞ്ഞ് വെച്ചതൊക്കെ കൊണ്ട് എടുത്ത് കേക്കിക്കാണ്ട് ചട്ടിക്കിട്ട് കൊടുത്താൽ മതിയല്ലോ, അരിയാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ചട്ടിക്കിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തുകൊണ്ട് അടച്ചേക്കാണ് കേട്ടോ. പിന്നെ ഞാൻ എങ്ങനെ അടിപൊളിയായിട്ട് വോയിസ് കൊടുക്കാൻ നോക്കിയാലും എൻ്റെ വോയിസിൽ എന്തെങ്കിലും ഒച്ചമ്പുളി നായാട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. നല്ല രീതിക്ക് കക്കച്ചാളായിട്ടും കോഴിക്കളായിട്ടൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ മുന്നേ ഞാൻ വീഡിയോസിൽ പറയണതാണ്, എങ്ങനെയായിട്ടും നിശബ്ദമായി വോയിസ് കൊടുക്കാനുള്ള ഒരു പ്ലാനിങ് നടത്തിയാലും ഇവിടെ അത് നടക്കുമല്ലോ. പല രീതിയിലുള്ള ഒച്ചമ്പുളിയൊക്കെ ഉണ്ടാകും പരിസരത്ത്, നമ്മൾ മാത്രമൊന്നല്ലല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാ സംഭവങ്ങളും സെറ്റായി. എവിടെ ഇപ്പോൾ പറഞ്ഞു നിർത്തിയത്? അവിടെ അങ്ങനെ ചോറിനുള്ള വെള്ളം നിങ്ങൾക്ക് തിളച്ച് മറിഞ്ഞു, അരിയും കൂടെ ഇട്ട് കൊടുത്ത് ഇതുപോലത്തെ ഒരു സ്പൂണും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാ വെച്ചാൽ തിളച്ച് ചിന്തിയാണ്ടാകെ തീരുമാനമാകണ്ടെന്ന് കരുതി കണ്ടാണ് കേട്ടോ. അങ്ങനെ ചോറും കൂടെ അവിടെ അടച്ച് സെറ്റാക്കി വെച്ചതിന് ശേഷം വേഗം കറിക്കുള്ളത് ഉണി റെഡിയാക്കാൻ കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ പൊട്ടിച്ച് ചിരവാണ് കേട്ടോ. ചട്ടിനിക്കുള്ളതും കൂടിയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് ചിരവിയെടുത്തതിന് ശേഷം 4 കൈയിൻ്റെ പണികളാണ് കേട്ടോ അടുക്കളയിൽ എടുക്കുന്നത്. തേങ്ങ ചിരവണുണ്ട്, ദോശ മറിച്ചിടുന്നുണ്ട്, ഉപ്പേരി എടുത്തിടുന്നുണ്ട്. എല്ലാവരും ഇപ്പം നേരം വെളുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ അയക്കാറല്ലോ അല്ലേ. പിന്നെ ഇപ്പം നമ്മളൊക്കെ ജോലി ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ. അതിപ്പോൾ ആരോ ഒരു കമൻറ്റിൽ എന്നോട് പറഞ്ഞു കേട്ടോ, എന്നും ഈ അടുക്കളയും കിച്ചണും ഈ അടിക്കൽ തുടക്കൽ മോറലൊക്കെ വെക്കൽ എന്നല്ലാതെ വേറെ വലിയ വീഡിയോസും. ഞങ്ങളെ ജോലി എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണയായിട്ട് പെണ്ണുങ്ങളെ ജോലി എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ ചോറ് ചാറ് കറികൾ കാര്യങ്ങൾ ഒക്കെ വെക്കണ ഒരേ ഒരു പണിയല്ലേ ഉള്ളൂ. അതല്ലാത്ത പെണ്ണുങ്ങളും ഉണ്ടാവും കേട്ടോ. പക്ഷേ എൻ്റെ പണി എന്ന് പറയുന്നത്, ഞാൻ സാധാ ഒരു വീട്ടമ്മയാണ്. ചോറും കറിയും അങ്ങനെ എൻ്റെ കുട്ടികൾ എൻ്റെ കുടുംബം എന്ന് പറഞ്ഞ രീതിയിൽ സന്തോഷമായിട്ട് പോണതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ യൂട്യൂബിൽ കാണിക്കാനുള്ളത് എൻ്റെ ഡെയിലി ആയിട്ടുള്ള ഞാൻ ചെയ്യുന്ന ഡെയിലി കാര്യങ്ങളാണ് ഞാൻ ചെയ്യണതാണത്. അപ്പോൾ അതൊക്കെ ഞാൻ ചെറുതായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയി എൻ്റെ ഇഷ്ടത്തിനാണ് ഞാനിവിടെ അപ്ലോഡ് ചെയ്യണത് കേട്ടോ.
പിന്നെ അതിന് നല്ല വലിയൊരു പേരും ഞങ്ങൾക്കുണ്ട്. എല്ലാ വീട്ടമ്മമാർക്കും ഉള്ളൊരു പേരുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഹൗസ് വൈഫ്. അത് ഇത്ര നല്ലൊരു രീതിയിലുള്ള പേരാണ്. ഞാനത് സന്തോഷത്തിൽ സ്വീകരിച്ചൊരു പേരുമാണ് കേട്ടോ. അപ്പോൾ അതെനിക്കൊരു കുറച്ചിലായി തോന്നിയിട്ടില്ല. എൻ്റെ വീഡിയോസുകളും എനിക്കൊരു കുറച്ചിലായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ അതൊക്കെ അവിടെ പറഞ്ഞു നിർത്തിയതിന് ശേഷം എൻ്റെ ചായ ഇവിടെ തിളച്ചു. അപ്പോൾ ഒന്ന് പാൽപ്പൊടി ഇട്ട ചായയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വേഗം വേറൊരു പാത്രത്തേക്ക് ചായയും കൂടെ ആക്കിയിട്ട് കലക്കി റെഡിയാക്കി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ വർത്തമാനങ്ങൾ ഇവിടെ പറയാൻ എന്താ കാരണം? അപ്പോൾ നമ്മൾ എത്ര നല്ലത് ചെയ്താലും നല്ലത് പറയാനും ആൾക്കാരുണ്ട്. എന്നാലോ നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ നല്ലത് കണ്ടാൽ നല്ലതാണെന്ന് പറയാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ. രണ്ട് ഭാഗം പറയുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതൊന്നും മൈൻഡ് വെക്കാതെ നമ്മൾ പോണ രീതിയിൽ നമ്മളെ ഇഷ്ടങ്ങൾ ചെയ്ത് കാണ്ട് ജീവിച്ച്. എനിക്കെന്ന് പറയാനുള്ളത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ കുടുംബം, എൻ്റെ കെട്ടിയോന് 2 കുട്ടികൾ, അത്ര ആ ഒരു സന്തുഷ്ടമായിട്ടുള്ള ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിലുള്ള ജോലികളെന്ന് വെച്ചാൽ എൻ്റെ മക്കൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി വീട് നീറ്റാക്കി വൃത്തിയാക്കി കൊണ്ട് നടക്കുക, ആ ഒരു മൈൻഡിലുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതൊക്കെ പറഞ്ഞ് നിർത്തിയതിന് ശേഷം പാത്രങ്ങളൊക്കെ ഇതാക്കണം. ഇവിടെ ഓരോന്നായി ഞാൻ കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എത്ര കഴുകിയാലും പിന്നെ ഉണ്ടാകണം ഒരേ ഒരു വസ്തുക്കളാണല്ലോ നമ്മളെ ഈ പാത്രങ്ങൾ. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി ഫുഡും കാര്യങ്ങളൊക്കെ ആയതിന് ശേഷം പാത്രങ്ങളൊക്കെ കഴുകി എടുത്ത് വെച്ചു. അപ്പോൾ പിന്നെ മക്കളൊക്കെ അവിടെ ചായയും കാര്യങ്ങളൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പോൾ ചോറും കൂടെ ആയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.